ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസീൽഡ് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ നോർമലായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസീൽഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടാണ്. അഥവാ റൂഫിലോ വാളിലോ നമ്മൾ പൈപ്പ് ഇട്ടതിന് ശേഷം പ്ലാസ്റ്റർ ചെയ്ത് ആ പൈപ്പിനെ വാളിൻ്റെ ഉള്ളിൽ അല്ലെ റൂഫിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പ്രക്രിയയാണ് കൺസീൽഡ് കോൺഡ്യൂട്ട് പൈപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് സാധാരണ നമ്മുടെ നാട്ടിലെടുക്കുന്ന മിക്ക വീടുകളിലും കൺസീൽഡ് ആയിട്ടാണ് വയറിംഗ് ചെയ്യുന്നത്. കാണാനും ഭംഗി അത് തന്നെയാണ്. അതേപോലെ തന്നെ ബാക്കി പല അഡ്വാൻറ്റേജസും കൺസീൽഡ് ആയിട്ടുള്ള വയറിംഗിന് ഉണ്ട് താനും. ഇത്തരം കോൺഡ്യൂട്ട് പൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സീലിംഗിൽ പൈപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചുമരിലൂടെ പൈപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു മൈ ചാനൽ Shishiram എഞ്ചിനീയറിംഗ് സർവീസ്. ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൺസീൽഡ് കോൺഡ്യൂട്ട് പൈപ്പാണ്. കൺസീൽഡ് കോൺഡ്യൂട്ട് പൈപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചും കോൺക്രീറ്റ് സ്ലാബ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന ആളും ഇലക്ട്രീഷ്യന്മാരും അടക്കം പറയുന്നുണ്ട് 15 mm കോൺഡ്യൂട്ട് യൂസ് ചെയ്താൽ പോരെ, അധികം പൈപ്പുകൾ ഇടണോ, ഫാനിന് മാത്രം പൈപ്പ് ഇട്ടാൽ പോരെ എന്നീ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു സത്യാവസ്ഥ, കാരണം റൂഫിൽ കൂടുതൽ പൈപ്പ് ഇട്ടാൽ റൂഫിൽ ക്രാക്ക് വരുമോ എന്നിവയെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സംശയമായിട്ട് ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് ബേസിക്കലി ക്രാക്ക് വരുന്നത്? ഇങ്ങനെ ക്രാക്ക് വരാതിരിക്കാൻ എങ്ങനെയാണ് നമുക്ക് 20 mm പൈപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺക്രീറ്റ് സ്ലാബുകളിൽ യൂസ് ചെയ്യുന്ന പൈപ്പ് ഹെവി ഡ്യൂട്ടി PVC പൈപ്പ് അഥവാ 2 mm തിക്നെസ് എങ്കിലുമുള്ള മിനിമം 20 mm ഡയ ഉള്ള പൈപ്പുകളാകുന്നതാണ് ഏറ്റവും ഉചിതം. ഈ പൈപ്പുകൾ ഇടുമ്പോൾ തന്നെ നമ്മൾ കോൺക്രീറ്റിന്റെ 2 കമ്പികൾക്ക് ഇടയിലൂടെ പ്രോപ്പർ കവർ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം. ഡീപ്പ് ബോക്സ് വളരെ നിർബന്ധമാണ് ഇതിന്. അതായത് നമ്മൾ നോർമൽ ഇങ്ങനെ ക്രാക്ക് വരാൻ കാരണം ഡീപ്പ് ബോക്സ് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന പൈപ്പ് അടിയിലെ കമ്പി അഥവാ റീഇൻഫോഴ്സ്മെന്റ് കമ്പിക്ക് അടിയിലൂടെ ചെയ്യുമ്പോഴാണ് പ്രധാനമായും നമ്മൾ ഈ ക്രാക്ക് കാണുന്നത്. ഈ 2 കമ്പിക്ക് ഇടയിലൂടെ പ്രോപ്പർ കവർ കൊടുത്തിട്ട് ഡീപ്പ് ബോക്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ക്രാക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഓർക്കുക, പൈപ്പ് ഇടുന്നത് കൊണ്ടല്ല തെറ്റ്, ഇത് പൈപ്പ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് പ്രധാനമായും ഇത്തരം ക്രാക്കുകൾ ഉണ്ടാവുന്നത്. പൊതുവേ നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ലാബിൻ്റെ ലെങ്ത്തും കാര്യങ്ങളിലും ഇത്തരം പൈപ്പ് ഇട്ട് നോർമൽ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. നല്ല ഒരു ട്രീഷനും നല്ല ഒരു രീതിയിൽ ഈ പൈപ്പും വെച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ക്രാക്കും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇത് ഞാൻ പറയുന്നത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലെങ്ത് ഉള്ള സ്ലാബുകൾക്ക് വേണ്ടിയല്ല, നോർമൽ ആയിട്ടുള്ള ഒരു ലെങ്ത് ഉള്ള സ്ലാബുകൾക്ക് വേണ്ടി നമ്മൾ അറ്റ്ലീസ്റ്റ് സർക്യൂട്ട് വയറിങ്ങിൻ്റെ പൈപ്പും ഫാനിൻ്റെ പൈപ്പും ഒരു റൂമിൽ നിന്ന് ക്രോസ് ഓവർ ചെയ്യാനുള്ള ഒരു പൈപ്പെങ്കിലും റൂഫിലോട്ട് ഇട്ട് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇലക്ട്രിക്കൽ കേബിളും ബാക്കി കോസ്റ്റും കുറയ്ക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ മിക്ക ആളുകളും വീടെടുക്കുമ്പോൾ കോൺക്രീറ്റ് റൂഫിലൂടെ തന്നെ നമ്മൾ CCTV ക്യാമറയ്ക്കുള്ള കോൺഡ്യൂട്ടുകളും ഇട്ടുവെക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CCTVയുടെ ക്യാമറയും നമ്മുടെ ഇലക്ട്രിക്കൽ പവറിൻ്റെ കേബിളും തമ്മിൽ മിക്സ് ചെയ്യാതിരിക്കുക. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് പറ്റുമെങ്കിൽ 2 കളർ കോൺഡ്യൂട്ടുകൾ യൂസ് ചെയ്താൽ തന്നെ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മിനിമം നിങ്ങൾ സെപ്പറേറ്റ് കോൺഡ്യൂട്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ലാൻ കേബിൾ അഥവാ ഡാറ്റ കേബിളിന്റെയും ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെയും കോൺഡ്യൂട്ടുകൾ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ വരുന്ന ഇൻഡക്ഷൻ കാരണം നിങ്ങളുടെ ഡാറ്റ കേബിൾ അഥവാ ലാൻ കേബിൾ അങ്ങനെയുള്ള കേബിളിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണം ഡാറ്റ ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ ഇത്തരം പൈപ്പുകൾ ഇട്ടുവെച്ചതിന് ശേഷം കൃത്യമായി സൊല്യൂഷൻ കൊണ്ട് ഒട്ടിക്കുകയും അതേപോലെ തന്നെ അതിനെ ബൈൻഡിങ് വയർ കൊണ്ട് കെട്ടി നല്ല ഉറപ്പ് വരുത്തുകയും അതേപോലെ തന്നെ വാളിലേക്കോ അല്ലെങ്കിൽ ബീമിലേക്കുള്ള ഡ്രോപ്പ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ കോൺക്രീറ്റ് സ്ലാബിൻ്റെ കോൺക്രീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളവും സിമെൻറ്റും ഇറങ്ങിച്ചെന്ന് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ പില്ലേഴ്സും ബീംസും ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്കുള്ള ലൈറ്റിങ്സും ഇതും കൊടുക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് സ്ലീവ് ആദ്യം തന്നെ സ്ലാബ് കാസ്റ്റിംഗ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ചെയ്തു വെക്കാൻ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലെങ്ത് വരുന്ന ഏരിയകളിൽ നിങ്ങൾ
ബിറ്റ്വീൻ പുൾ ബോക്സുകൾ അഥവാ കേബിൾ പുൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ട് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ എവറി 15 മീറ്റർ കൂടുതൽ ലെങ്ത് വരുന്ന ഏരിയയിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു പുൾ ബോക്സ് അഥവാ രണ്ടിൽ കൂടുതൽ ബെൻഡ് 90 ഡിഗ്രി ബെൻഡ് വരുന്ന സ്ഥലത്തും നിങ്ങൾ പുൾ ബോക്സ് നിർബന്ധമായും വെക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും റൂഫിലൊക്കെ ചെയ്യുന്ന സമയത്ത് മാക്സിമം ബെൻഡുകൾ ഒഴിവാക്കി സ്ട്രെയിറ്റ് കയറി സ്ട്രെയിറ്റ് ഇറങ്ങേണ്ട രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പം നിങ്ങൾ ചോദിക്കും റൂഫിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താലും ചില സമയങ്ങളിൽ ബ്ലോക്ക് ആയി പോവില്ലേ, അതിനും ഭേദം നമുക്ക് പിന്നീട് വാളിലൂട്ട് ചെയ്യാന്നല്ലേ നല്ലതെന്ന്. സത്യമാണ്, വല്ലപ്പോഴും ഒക്കെ ഒരു 10-100 ചെയ്യുമ്പോൾ 1-2 കോൺഡ്യൂട്ടുകളൊക്കെ നമുക്കും കാണാറുണ്ട് ബ്ലോക്ക് ആയി പോകുന്നത്. പക്ഷേ നമുക്ക് അത് വിചാരിച്ചിട്ട് ആദ്യമേ ഇത് ചെയ്യാതിരിക്കുന്നത് ശരിക്കും മണ്ടത്തരമാണ്. ഇതിലൂടെ റൂഫിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കേബിൾ ലാഭിക്കാനും അതേപോലെ പൈപ്പ് ലാഭിക്കാനും പണി ലാഭിക്കാനും വേണ്ടി സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഡ്യൂട്ട് പൈപ്പുകൾ വാളിലൂടെ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഒരു വാൾ ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ ക്യൂറിംഗ് പീരീഡ് അഥവാ നനയ്ക്കേണ്ട സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പണി തുടങ്ങാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇത് പണി തുടങ്ങിയതിന് ശേഷം പിന്നെ നനയ്ക്കുന്നത് ശരിയുള്ള കാര്യമല്ല. അതായത് ബോക്സും കാര്യങ്ങളും ഫിക്സ് ചെയ്തതിനു ശേഷം നനയ്ക്കുമ്പോൾ ബോക്സിലേക്ക് തുരുമ്പെടുക്കാനും ഭാവിയിൽ അത് നിങ്ങളുടെ വയറിനെ കാര്യങ്ങളിലൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ബോക്സ് വെച്ചതിന് ശേഷം കൃത്യമായി സിമെന്റും മറ്റു കാര്യങ്ങളും വെച്ച് സീല് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിന് മുന്നേ ഈ ബോക്സും കാര്യങ്ങളും പറ്റുമെങ്കിൽ പേപ്പറും മറ്റു സാധനം കൊണ്ട് ഫില്ല് ചെയ്ത് വെക്കുക. ഈ സമയത്ത് പറ്റുമെങ്കിൽ ഉറുമ്പ് പൊടി പോലുള്ള വെച്ചതിന് ശേഷം പേപ്പർ വെച്ച് നിറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം പ്രത്യേകിച്ച് നമ്മളൊരു പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് പിന്നീട് വരുമ്പോൾ മിക്ക പൈപ്പുകളും ഉറുമ്പ് കൂട് വെച്ചിട്ട് മറ്റ് ജീവജാലങ്ങൾ കൂട് വെച്ചിട്ട് പൈപ്പ് അടഞ്ഞു പോകാനും അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് വരുന്നത്, നമ്മൾ പൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പാറ്റേൺ വെച്ച് കട്ട് ചെയ്യുക. തോന്നിയ പോലെ പൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ചെരിച്ചും വളച്ചും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മളൊരു സ്ക്രൂ അടിക്കുമ്പോൾ നമുക്കൊരു ഡിസിസീവായിട്ട് സ്ക്രൂ അടിക്കാൻ പറ്റില്ല. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഒരു പാറ്റേൺ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രിൽ അടിക്കുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെയുള്ള ഒരു പാറ്റേൺ വെക്കാതെ ചെരിച്ചും വളച്ചും അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ ആദ്യം ഒരു പ്രോപ്പറായിട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഉപയോഗിച്ച് എല്ലാ പോയിന്റുകളും മാർക്ക് ചെയ്യുക. കട്ട് ചെയ്യേണ്ട ലൈൻ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുക. പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ആശാന്റെ ഐഡിയ വെച്ചിട്ട് പറഞ്ഞിട്ട് പോകും. ഇവര് ബാക്കി കട്ട് ചെയ്യുന്ന ആൾക്കാർ തോന്നിയ പോലെ കട്ട് ചെയ്തിട്ട് പലയിടത്തും മാറ്റി കട്ട് ചെയ്യലും അതേപോലെ തന്നെ ഒരുപാട് ലെങ്തി റൂട്ടിൽ കേബിൾ കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒന്നുകിൽ പ്രോപ്പർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഉപയോഗിച്ച് ആ ഡ്രോയിങ് പ്രകാരം മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ് വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹാമറും ചിസിലും യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ബ്രിക്ക് വാളാണ്, ചെത്തുകല്ലാണെങ്കിൽ കുഴപ്പമില്ല, ബ്രിക്ക് വാളാണെങ്കിൽ ശ്രദ്ധിക്കാതെ കട്ട് ചെയ്താൽ ആ വാള് ഡാമേജ് ആയി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ വർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ബെൻഡുകളും യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. മാക്സിമം സ്പ്രിംഗ് ഉപയോഗിച്ച് പൈപ്പിനെ ബെൻഡ് ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം സ്ഥലത്ത് നിങ്ങൾ ഇത്തരം കേബിളെ ബെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കേബിൾസും മറ്റും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ പവർ കേബിളിന്റെ ഒരുമിച്ച് വലിക്കാൻ പാടില്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് കോൺഡ്യൂട്ട് ഇട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡിസ്റ്റോർഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫോൾ സീലിംഗിന്റെ അടുത്ത് കോൺഡ്യൂട്ട് നമ്മൾ ചെയ്തിട്ട് ആ ഫോൾ സീലിംഗിന്റെ മുകളിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫോൾ സീലിംഗിൽ കോൺഡ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ഫോൾ സീലിംഗിൽ വെയിറ്റ് വരാതെ വിധത്തിൽ വേണം ഇത് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മൾ വെർട്ടിക്കലായിട്ട് കൊണ്ടുപോയ സാധനം പ്രോപ്പർ ആയിട്ട് സീൽ ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഫോൾ സീലിംഗിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് അടഞ്ഞു പോകാനും മറ്റുള്ള സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി വർക്ക് തന്നെ ഈ കൺസീൽഡ് സീലിംഗിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ ചെയ്യുമ്പോഴുള്ള ചെറിയ ചെറിയ അശ്രദ്ധകൾ നമുക്ക് പലപ്പോഴും ഭാവിയിൽ വലിയ തലവേദനയായിട്ട് മാറും. ഇപ്പോൾ ഫുൾ കൺസീൽഡ് സീലിംഗ് ചെയ്തിട്ട് പോയതിന് ശേഷം ചിലപ്പോൾ പലയിടത്തും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വയർ വലിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ വരും. ചില സമയത്ത് ഇവർ ശ്രദ്ധിക്കാതെ ഒരു ഡ്രോ ബോക്സ് ഇടാതെ തന്നെ ഒരു 20 മീറ്ററൊക്കെ പൈപ്പ് ഇട്ട് വയ്ക്കും. പിന്നീട് പൈപ്പ് അതിൽ കൂടുതൽ വരുമ്പോൾ നമുക്ക് വയർ വലിക്കാൻ പറ്റാതെയും ഇത്രയും പൈപ്പും മറ്റും പണിയെടുത്ത് വിട്ട് വെച്ചത് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രോപ്പറായി ഡ്രോ ബോക്സ് വയ്ക്കുക, പ്രോപ്പറായി ഏരിയയിൽ വെക്കുക, ഒരുപാട് ബെൻഡ് ഇടാതെ യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഇത്തരം വർക്കുകൾ വളരെ എളുപ്പവും വളരെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഹോപ്പ് ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക്കൽ ഡിസൈൻസും ഡ്രോയിങ്സിന്റെയും യൂസ് ഇന്നത്തെ കാലത്ത് കൂടിക്കൂടി വരികയാണ്. നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയും ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സും കൂടി വരുന്നു. അപ്പോൾ അതിന്റെ സുരക്ഷയും സേഫ്റ്റിയും നിങ്ങളുടെ ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് കൂടി വരിക. പറ്റുമെങ്കിൽ മാക്സിമം ഇലക്ട്രിക്കൽ ഡിസൈൻസും ഡ്രോയിങ്സും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക.
ഇലക്ട്രിക്കൽ ഡിസൈൻസും ഡ്രോയിങ്സിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നത്. വാട്സാപ്പോ ഇമെയിലോ അയക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.